തേൻ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബനാന ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ബനാന ഫേസ് പാക്കാണ്. നമുക്ക് പഴം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യിക്കാനും അതുപോലെ സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. നമുക്ക് വീഡിയോ കാണാം. എല്ലാത്തരം ചർമ്മക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്കാണ്. നാച്ചുറൽ മോയ്സ്ചറൈസറാണിത്. ഇന്ന് നമ്മൾ പഴം ഉപയോഗിച്ച് ചെയ്യുന്ന പാക്ക് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തപ്പഴം എടുക്കാം, അതാണെങ്കിൽ പകുതി എടുത്താൽ മതി. അല്ല, ഞാനിപ്പോൾ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും പഴുത്തതെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 1 സ്പൂൺ തേൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ തേൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ തേനാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലരും ചോദിച്ചു തേനിന് പകരം എന്ത് യൂസ് ചെയ്യാമെന്ന്. പഴം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് ഉടച്ചത്, നല്ല പഴുത്തതായതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുശേഷം തേൻ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബനാന ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിലും നെക്കിലും കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ്. ഫസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം അത് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. ഒരു 15 മിനിറ്റ് വരെയാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കേണ്ട സമയം എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്, അത് സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പൊട്ടാസ്യം നമ്മുടെ സ്കാർസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും, സ്കിൻ ലൈറ്റൻ ചെയ്യിക്കാനും ഒക്കെ ഗുണകരമാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ഉപയോഗിക്കുക. നല്ല റിസൾട്ട് അവരുടെ സ്കിന്നിലെ മാറ്റങ്ങൾ വരും. അതുപോലെ മുഖത്ത് കുരുക്കൾ, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ ഉള്ളത് തടയാനും തീർച്ചയായിട്ടും സഹായിക്കുന്നൊരു പാക്കാണ്. ഓയിലി സ്കിന്നുള്ളവർ നമ്മുടെ ഈ പാക്കറ്റിനകത്ത് 1 സ്പൂൺ ലൈം ജ്യൂസ് കൂടി ചേർക്കുന്നത് വളരെ റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഞാനിത് കൈകളിൽ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. കൈകളിൽ പൊതുവേ ഞാൻ അപ്ലൈ ചെയ്യൽ കുറവാണ്. ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാറാണ് പതിവ്. ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുന്ന പോലെ വെക്കാനൊന്നും സമയം കിട്ടാറില്ല, അതാണ് പ്രശ്നം. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇതിന് ശേഷം. കാരണം ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഈ ഒരു പഴവും അതുപോലെ തേനും ഒക്കെ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു മോയ്സ്ചറൈസറും ഇതിന് ശേഷം ഇടേണ്ട കാര്യം ഇല്ല. കാരണം നമ്മൾ സാധാരണ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഡ്രൈ ആയി പോകാനൊക്കെ സാധ്യതകളുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത നമുക്ക് ആഴ്ചയിൽ 7 ദിവസവും ഫുൾ ഡേ നമുക്ക് അപ്ലൈ ചെയ്താലും യാതൊരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു പാക്കാണ് എന്നുള്ളതുകൊണ്ട് സാധാരണ നമ്മൾ എന്ത് പാക്കുകളൊക്കെ ആണെങ്കിലും എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കും, നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഇറങ്ങി നടന്ന് കരുവാളിച്ചൊക്കെ ഇരിക്കുന്ന മുഖമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ തന്നെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറയുക. നമ്മുടെ ചാനൽ അവരെ കൂടി പരിചയപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്ത് വേണം എന്നൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.